നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇൻറ്റീരിയറിൽ തന്നെ അതിനകത്ത് ഫർണിച്ചർ വരും, പിന്നെ മാത്രമല്ല നമുക്ക് കബോർഡ് വർക്കുകൾ വരും. ഇതെല്ലാം വരുമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ്. നിങ്ങൾ ഒരുപക്ഷെ പലവട്ടം നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, പലവട്ടം കാണിച്ചിട്ടുള്ള നമ്മുടെ ഇക്കോഷീൽഡ് കർട്ടൻസ് ചങ്ങനാശ്ശേരി. അവരുടെ ഒരു പ്രൊജക്റ്റ് ഇന്ന് നമ്മളുള്ള അടൂരാണ്. എനിക്ക് തോന്നുന്നു വളരെ വലിയ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്. അവിടെ ചെയ്തിരിക്കുന്ന കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ്, അതിൽ തന്നെ കർട്ടൻസ് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഷിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഷിയർ ഇല്ലാതെ ചെയ്തിരിക്കുന്ന, ഷിയർ മാത്രം ചെയ്തിരിക്കുന്നതൊക്കെ ഈ പ്രൊജക്റ്റിലുണ്ട്. കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന കർട്ടൻസിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ലലൂഷുണ്ട്, ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് അടൂരാണ് കറക്റ്റ് സ്ഥലം. അനീഷ് സാറിൻ്റെ വീടാണ് അല്ലേ? ഏകദേശം അത്യാവശ്യം വലിയ വീടാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മുടെ കർട്ടൻസ്, ബ്ലൈൻഡ്സ്, അതായത് നമുക്ക് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഫോമൽ ലിവിങ്ങിലാണ്. അതിലെ ബെഡ്റൂംസിൽ ചെയ്തിട്ടുണ്ട്, ഔട്ട് സൈഡ് ഏരിയയിലോട്ട് പോകുന്നിടത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപ്പെട്ട എല്ലാ സ്ഥലത്തും എല്ലാം. ഇവിടെ ഒന്നാമത് എല്ലാം ഒരു ലാർജ് വിൻഡോസ് ആണ്, UPVC-യുടെ ലാർജ് വിൻഡോസും ഡോർസും വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കർട്ടൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സജഷൻ. അപ്പം ആദ്യമേ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബ്ലൈൻഡ്സ് ഇട്ടാലും ഓക്കെ എന്നുള്ള രീതിയിൽ വന്നിരുന്നു. പിന്നെ നമ്മളത് 3D റെൻഡർ ചെയ്തൊക്കെ കാണിച്ച് ആണ് അവർക്ക് ആ ഒരു ഇത് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ കർട്ടൻസിലേക്ക് പോവുകയാണ്. അതെ, ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കോർണർ കർട്ടൻ ആയിരിക്കുന്നത്. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു സാധനമാണ്. അതായത് ഇച്ചിരി മുന്നേ ലലൂഷ് പറഞ്ഞ പോലെ വലിയ വിൻഡോസ് ആണ് വെളിയിൽ വരുന്നത്. അകത്തോട്ട് വരുമ്പോൾ കോർണർ കർട്ടൻസ് എന്താ പറയുന്നത്, വേറെ ലെവലാക്കി തരും ഇന്റീരിയറിന്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ ഒന്ന് പറഞ്ഞാട്ടെ. അല്ല, കോർണർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ രീതിയിലൊരു കർട്ടൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോർണർ കാണുന്ന ഭിത്തിയിലൊരു ഭിത്തി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അത് വിസിബിൾ ആവും. ഇത് ഈ രീതിയിൽ നമ്മൾ കോർണർ ഫുള്ളായിട്ട് ചെയ്യുമ്പം അതിനൊരു ഇച്ചിരി ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടുകയും ചെയ്താൽ അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ചെറിയൊരു അറ്റൻഷൻ്റെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്കിനൊരു 10-20 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുണിയും സെയിം തന്നെ മതി, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ചെറിയ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗി കൂട്ടാവുന്നേ ഈസി ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ ഷിയറും കൊടുത്തിട്ടുണ്ട്, കൂടാതെ തന്നെ നമുക്ക് ബ്ലാക്ക് ഔട്ടും ചെയ്തിട്ടുണ്ട്. അതെ, ബ്ലാക്ക് ഔട്ടും ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഇതുണ്ട് കേട്ടോ. മെറ്റീരിയൽ ഒരുപാട് അവൈലബിൾ അല്ലേ? ആ, മെറ്റീരിയൽ ഒരുപാട് അവൈലബിൾ ആണ്. ഇത് കൂടുതൽ പോളിസ്റ്റർ ഫാബ്രിക് ആണ്. കാരണം ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് വേണം എന്നുള്ള ഒരു കാര്യമായിരുന്നു മെയിൻ റിക്വയർമെൻറ്റ്. കാരണം അവർ കൂടുതലും ദുബായിലായതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ചില സമയത്ത് ഒക്കെ ഇപ്പോൾ പകല് ഒക്കെ നല്ല വെട്ടം കയറുന്ന ദുബായിൽ. അപ്പോൾ ദുബായ് വെച്ചാണല്ലോ നമ്മുടെ നാടിനെ കമ്പയർ ചെയ്തത്. ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആണല്ലോ. അപ്പോൾ അവർക്ക് ബ്ലാക്ക് ഔട്ട് വേണമെന്നായിരുന്നു റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതിന് ബ്ലാക്ക് ഔട്ടിന് കൂടുതലും പോളിസ്റ്റർ ആണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ പകല സമയത്ത് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഷെയർ കൊടുത്തത്. അപ്പോൾ പ്രൈവസി മാത്രമല്ല, നമുക്കൊരു കുറച്ചുകൂടെ ആ ഒരു ലിവിങ് റൂമിൻ്റെ ആ ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഷിയർ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഒറ്റ വാക്കി നോക്കി കഴിഞ്ഞാൽ ഈ ലിവിങ് റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു L ഷേപ്പിൽ ഇതിൻ്റെ വോള് മുഴുവൻ നമ്മൾ കർട്ടൻ ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഏതിൽ ഫുൾ ഹൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഷിയർ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഷിയർ എനിക്കൊന്ന് ലിനനോ കോട്ടണോ എന്താ മെറ്റീരിയൽ വരിക? ഇത് കോട്ടണും പോളിസ്റ്ററും ലിനനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ റെഡ് ഉൾപ്പെടെയുള്ള അത് നമുക്ക് ഫ്രണ്ടിലിടുന്ന ഫാബ്രിക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാലും കൂടുതലായിട്ടും വൈറ്റോ ഓഫ് വൈറ്റോ ആണ് വരുന്നത് ചെയ്യുന്നത്. ഇത് ഡബിൾ ഹൈറ്റിലാണ് അല്ലേ? അതെ, ഒരു 60 to 60 ഫീറ്റിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഓൾമോസ്റ്റ് ഒരു 6 മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ഹൈറ്റിലും ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ ഹൈറ്റ് ചെയ്യാൻ നേരത്ത്? അത് നമുക്ക് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇതിനോട് മുകളോട് ഗേറ്റ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് സൈറ്റ് റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാം, സൗകര്യം അനുസരിച്ച്. പിന്നെ മാത്രമല്ല റിപ്പിൾ ഫോൾഡിംഗ് ഒക്കെ ഇപ്പം കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടെ. ഏതും ചെയ്യാൻ സാധിക്കും. റിപ്പിൾ ഫോൾഡോ പ്ലീറ്റഡോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്ന ഫ്രണ്ടിൽ റിപ്പിൾ ഫോൾഡും പുറകിൽ പ്ലീറ്റഡ് ആണ് ഷിയർ കട്ടൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മൾ മാനുവലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മോട്ടറൈസ് ചെയ്യാവോ? മോട്ടറൈസ് വേണമെങ്കിൽ മോട്ടറൈസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ സൗകര്യം അനുസരിച്ചാണ്. ആക്ച്വലി ചില സൈറ്റുകളിൽ ചില കസ്റ്റമേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് അവർക്ക് മോട്ടറൈസ് തന്നെ വേണമെന്നുള്ളത്. ചില സൈറ്റുകളിൽ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും ഇവിടെ മോട്ടറൈസ് ചെയ്തിട്ടും
കാരണം നിങ്ങൾ കാരണം കൂടുതൽ സൈറ്റുകളിൽ ഇങ്ങനത്തെ വരുന്ന ഏരിയകളിൽ വെട്ടം കയറാൻ വേണ്ടിയിട്ട് ഷീർ ഇടുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് കൂടുതൽ ചെയ്യുന്നത്. ഈ മെയിൻ കട്ടൺ ഈ ഒരു സൈഡിലേക്ക് കെട്ടി വെക്കുക എന്നത് മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഒരു കോസ്റ്റ് ആവശ്യമില്ല. മാക്സിമം നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ ഇത് മൂവ് ചെയ്ത് നോക്കായിരുന്നേ, വളരെ ഈസിയാണ് മൂവ് ചെയ്യാനായിട്ട് അല്ലേ. ഡബിൾ ഹൈറ്റ് ആകുമ്പോൾ പലർക്കും തോന്നുന്നത് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് മൂവിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഒന്നുമില്ല, താഴെ നിന്നാണെങ്കിലും നമുക്ക് തുറക്കുകയോ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആക്ച്വലി ഷിയർ യൂസ് ചെയ്തിട്ടില്ല. ഇല്ല, ശരിക്കും പക്ഷേ ഈ ഷിയർ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ബഡ്ജറ്റിൽ വലിയ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഉണ്ടോ? ഓവറോൾ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും വീടിന് മുഴുവൻ കട്ടൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗമായിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഓവറോൾ നമുക്ക് വരുന്ന ഒരു ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഉപയോഗവും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടമേ അല്ല. ശരിക്കും ഇപ്പൊ ഈ നിൽക്കുന്ന സ്പേസിൽ തന്നെ നമ്മൾ താഴെ എല്ലായിടത്തും കട്ടൻ തുറന്നിട്ടേതാണ് കാണുന്നത്. ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇതിപ്പോ നമ്മൾ വന്ന് സെറ്റ് ചെയ്തതല്ല, ഓൾറെഡി ഇവിടെ ഇങ്ങനെ കിടന്ന. കാരണം വെച്ചാൽ ക്ലയന്റിന് ഇത് തുറന്നിടാൻ സാധിക്കില്ല. അതുപോലെ വെളിച്ചവും, കാരണം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെളിയിൽ നിന്നുള്ള തീർച്ചയായും വ്യൂ ആണ്, ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് വ്യൂ വരുന്നത്. അപ്പോൾ ആർക്കും ഒരിക്കലും നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാണ്. അവരുടെ പ്രൈവസി നിലനിർത്താനായിട്ട് പ്രൈവസിയെ മാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. ഞങ്ങളുടെ ഒരു ബെഡ്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷെയർ ഇല്ലാതെ ചെയ്യാന്ന്. ഈ ഷെയർ ഇല്ലാതെ ചെയ്യാന്ന് പറയുമ്പോൾ നോർമലി ഒരു ടോട്ടൽ കോസ്റ്റ് ഒരു 50 lakh rupees ആവുന്ന ഒരു വീടിന്റെ ടോട്ടൽ കോസ്റ്റിൽ ഒരു 10,000 രൂപ ലാഭിക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഒരിടത്തെ ഷെയർ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, വളരെ ചെറിയ ഒരു ഫർണിച്ചർ ഒക്കെ ഒഴിവാക്കുന്ന പോലെ അതിനേക്കാളും വളരെ ചെറിയൊരു കോസ്റ്റ് മാത്രമാണ് ആവുന്നുള്ളൂ. ഇത് നമ്മളാ പറഞ്ഞ, അതായത് ഷെയർ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ഷിയർ മാത്രം യൂസ് ചെയ്തൊരു ഏരിയ കാണിച്ചിട്ടുണ്ട്. ഷിയർ മാത്രം യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഔട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച പോലെ റേറ്റിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം മെയിൻ കട്ടൺ ആണ് എക്സ്പെൻസീവ്. ഷിയർ കട്ടൺ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്. എന്നാൽ ഷിയർ തന്നെ വളരെയധികം കോസ്റ്റ് കൂടിയ മെറ്റീരിയലും അവൈലബിൾ ആണ്, കാരണം ലിനനിലൊക്കെ കൂടുന്നതനുസരിച്ച്. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലയന്റിന് പ്രൈവസിയിൽ യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാത്ത ഒരു ഏരിയ ആണ്. കാരണം അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ്, വെളിയിലൊരു ഓപ്പൺ ജിമ്മാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പകല സമയത്ത് അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടണം. കാരണം അതുപോലെ മാത്രമല്ല, നമ്മളതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാങ്കറ്റ് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഇന്റീരിയറിന് ഒരു മൂഡ് കൂട്ടാനായിട്ട് അതിനൊരു എലമെന്റ് ആയിട്ട് നമ്മൾ ഷെയർ ഇവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഷെയർ മാത്രം ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഔട്ടിൽ ഇങ്ങോട്ട് എന്തായാലും ലൈറ്റ് കിടക്കത്തില്ല. ഇതാകുമ്പോഴത്തേക്കും വെളിയിൽ എന്താണോ ലൈറ്റ് അതിനെ കൃത്യമായിട്ട് ഡിഫ്യൂസ് ചെയ്ത് അകത്ത് കിട്ടുകയും ചെയ്യും. അതായത് ഈ ഒരു വലിയൊരു രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ വെട്ടം ഫുള്ള് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വല്ലാതെ ബ്ലാക്ക് ഔട്ട് കട്ടൺ ഇട്ട് ഇത്ര ഒരു ഏരിയ തന്നെ വെട്ടം മറച്ചിരുന്നെങ്കിൽ രണ്ട് സൈഡിലും മറയുമല്ലോ. സ്വാഭാവികമായിട്ട് ഈ ഒരു റിസൾട്ട് അവർക്ക് കിട്ടത്തില്ല. ബെഡ്റൂംസിലും നമുക്ക് ഇവിടെ ചെയ്തിട്ടില്ല, എല്ലാ ബെഡ്റൂംസിലും ഉണ്ട്. ഇപ്പം നമ്മൾ ബെഡ്റൂമിലാണ്. ആക്ച്വലി ഇവിടുത്തെ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞുകൊണ്ട് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവര് പെൽമെറ്റ് അടിച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, പെൽമെറ്റ് ഇവർ ആക്ച്വലി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, മെറ്റീരിയൽ ചെറിയ വേരിയേഷൻ. ഇത് ഒരു ശകലം ഒരു വെട്ടം കയറുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണത്. പൂർണ്ണമായിട്ട് 100% ബ്ലാക്ക് ഔട്ട് അല്ല, കുട്ടികളുടെ റൂമാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തതാണ്. കാരണം അവർക്ക് രാവിലെ ഒക്കെ എണ്ണീക്കണമെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പെൽമെറ്റ് ചെയ്ത സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, പെൽമെറ്റ് ഒരു 5 സെന്റിമീറ്റർ മുന്നോട്ട് നീക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയും റിപ്പിൾ ഫോൾഡ് കട്ടൺ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ആ ഒരു സമയത്ത് ചെറിയൊരു അശ്രദ്ധ ഇന്റീരിയർ ചില സമയത്തൊന്നും ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് റിപ്പിൾ ഫോൾഡ് ചെയ്യാനായിട്ട് എത്ര സെന്റിമീറ്റർ വിട്ട് ഇടണം? 25 സെന്റിമീറ്റർ മിനിമം വേണം. രണ്ട് കട്ടൺ വേണം. 2 കട്ടൺ കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഫ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് 20 സെന്റിമീറ്റർ 16 സെന്റിമീറ്റർ ആ ഒരു റേഞ്ചിൽ മതി. കാരണം റിപ്പിൾ ഫോൾഡ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഫോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പേസ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്ലീറ്റഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതും ഫുൾ ഹൈറ്റിലാണ്. വീണ്ടും പറയട്ടെ, നിങ്ങൾക്ക് ഒരു ഫുൾ ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ പ്ലേറ്റഡോ അല്ലെങ്കിൽ റിപ്പിൾ ഫോൾഡോ ആണ്. കാര്യം ഹൈറ്റ് നല്ലോണം ഫീൽ ചെയ്യിക്കുന്ന പ്രോഡക്റ്റ് ആവും. അതെ, എപ്പോഴും കട്ടൺ ചെയ്യുമ്പോൾ ഏത് കട്ടൺ ആയിക്കോട്ടെ ഫുൾ ഹൈറ്റ്. പണ്ടത്തെ രീതിയിലുള്ള ഹൈലൈറ്റ് ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല, കാരണം ഹൈലൈറ്റ് നീങ്ങത്തില്ല. അത് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. താഴത്തെ ബെഡ്റൂമിൽ മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു ചെറിയ ജനലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം
ഇവിടെ നമ്മൾ അകത്ത് ഷീറും കൊടുത്തിട്ടുണ്ട്, വെളിയിൽ മെയിൻ കട്ടൺ. അപ്പോൾ പകൽ സമയത്ത് ഈ പറഞ്ഞ പോലെ തുറന്നിട്ടാൽ പോലും തൊട്ടപ്പുറത്തിന് നേരെ അപ്പുറത്ത് വീടാണ്. പക്ഷെ അവിടെ നിന്ന് യാതൊരു കാരണവശാലും ഒരു വ്യൂ ഉള്ളിലോട്ട് കയറാം, പകൽ സമയത്ത് വരത്തില്ല. അപ്പോൾ എൻ്റെ അനീഷ് സാറുണ്ട്. ഹായ്. അടിപൊളി വീട്, താങ്ക് യു. ഒന്നും പറയാനില്ല. ഓക്കെ, പ്രവാസിയാണ് അല്ലേ? അതെ അതെ അതെ, ഫാമിലി ആയിട്ട് തന്നെ പുറത്താണ്. വീട് വെച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്രയായിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. എല്ലാ കസ്റ്റമർക്കും, പ്രത്യേകിച്ച് പുറത്ത് താമസിക്കുന്ന ആളുകൾ കൂടുതൽ ഇത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും. ഈ കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറേ കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. കുറേ പേര് കാണാൻ വന്നിരുന്നു. അപ്പം അതനുസരിച്ച് ഞങ്ങൾ 2-3 വീടുകൾ പോയി കണ്ടിരുന്നു. കണ്ടപ്പം ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, വൈഫ് നല്ല സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ, അതായത് കർട്ടൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ മറ്റെടുത്ത കൊട്ടേഷൻ്റെ കൂട്ടം തന്നെ എക്കോഷീൽഡിൽ നിന്ന് എടുത്തിരുന്നു. അപ്പം കുറച്ച് വർക്കുകൾ പോയി കണ്ടു. അപ്പം അതനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റാണ്, നല്ല ക്വാളിറ്റി വർക്കാണ്, അതുപോലെ തന്നെ ഫോളോ അപ്പും മെയിൻ്റനൻസും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഇതുവരെയും നമുക്ക് വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതന്നെയാണല്ലോ വലിയ കാര്യം. കാരണം ഒരു വർക്ക് ചെയ്തിട്ട് പോകുന്നതിലല്ലോ കാര്യം. റെക്ടിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർട്ടൻ പോലുള്ള കാര്യങ്ങൾ വരും. അതിനകത്ത് ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതിന് വ്യത്യാസം വന്നാൽ പോലും അത് ചില പ്രോബ്ലം തീർച്ചയായിട്ടും. കാരണം പിന്നെ അത് ഒരു കാണാൻ തന്നെ ഒരു ഇതായിരിക്കും. അതിന് അവിടുന്ന് അവർ ഓടി വന്നത് സർവീസ് ചെയ്യാനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു വർക്ക് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ അതിന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണല്ലോ, അതിന്റെ മെയിൻ്റനൻസ് ആണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അല്ല, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമേ, ഇത് നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇന്റീരിയർ 3D ഡിസൈൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് അറിയാം എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാം. നമുക്കിതിന് അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുക, നമുക്കിതിന് അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഉണ്ട്. നമ്മളിപ്പം ക്ലയന്റിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് പണി ഏകദേശം തീരാറാകുന്ന ഒരു സമയമാകുമ്പം ഒരു ഓർഡർ പ്രോസസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയം എത്തിക്കഴിയുമ്പം ക്ലയന്റ് സെലക്ട് ചെയ്യുന്ന ഫാബ്രിക്കും, ബ്ലൈൻഡ്സ് ആണെങ്കിൽ ബ്ലൈൻഡ്സ്, കട്ടൺ ആണെങ്കിൽ കട്ടൺ, അത് അതിൻ്റെ ഒരു 3D മോക്കപ്പ് അവരുടെ വോളിലിട്ട് കാണിക്കും നമ്മൾ. അതായത് ആ പ്രോജക്റ്റ് നമ്മൾക്ക് കിട്ടുകയാണെങ്കിലുള്ള സാഹചര്യം നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു ക്ലയന്റ് ടു ക്ലയന്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് ആ വർക്കിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഡൗട്ട് ഉണ്ട്. ഒരു കസ്റ്റമർ കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും. ഇപ്പം ഓൺലൈനിൽ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എനിക്കിതൊന്ന് ഇട്ടതാന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരിക്കും. അപ്പം അതല്ല, നമുക്ക് രണ്ടുപേരുടെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് അവർക്ക് നമ്മൾ 3D മോക്കപ്പ് ചെയ്ത് കാണിക്കും. അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ശരി. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര ക്ലയൻസ് ഉണ്ടാവും? ഇപ്പോൾ ഏകദേശം ഒരു 5000-ന് മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ശരി. അപ്പോൾ ഈ ക്ലീനിങ് ഇതിന് പ്രധാന സാധനം അല്ലേ ആക്ച്വലി ക്ലീനിങ് എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ് നമ്മളതിൻ്റെ സർവീസ്? ഇതിപ്പം ഇത്രയും കസ്റ്റമർ ആയപ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ഒരു ദിവസത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ്, ഇപ്പം കസ്റ്റമർ കെയർ നമ്പർ എല്ലാം നമുക്കുണ്ടെങ്കിലും എൻ്റെ പേഴ്സണലുള്ള ക്ലയൻസ് ഉണ്ട്. എല്ലാവർക്കും എൻ്റെ അടുത്ത് സംസാരിച്ചാലേ തൃപ്തിയുള്ളൂ. അപ്പോൾ എന്നെ വിളിക്കും, അടുത്ത് വാങ്ങും, ചോദിക്കും വാഷിംഗ് എങ്ങനെയാണ്, ക്ലീനിങ് എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് നമ്മളിപ്പം AMC ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സെപ്റ്റംബർ 1st വീക്ക് മുതൽ എല്ലാ ക്ലയൻസിനും, ഓൾഡ് ക്ലയൻസിനും ഉൾപ്പെടെ പിന്നെ പുതിയ ക്ലയൻസിനും AMC സൈൻ ചെയ്ത് നേരത്തെ തന്നെ അവരുടെ ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യും. അപ്പം വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ അവരുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്ത് സൈഡിലിട്ട് തന്നെ ഒന്നെങ്കിൽ സ്റ്റീം വാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരുപാട് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഊരിക്ക് കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം, ഇൻക്ലൂഡിങ് മോസ്കിറ്റോ നെറ്റ് അടക്കം ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഇതിനകത്ത് റേറ്റ് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാര്യം ഇതെന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിന് ഇത്ര വരും, അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് സ്വീകരിച്ച് റേറ്റ് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റേ അല്ല ഇത്. ഇപ്പോൾ ഇന്റീരിയർ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞൊരു കഥ പറയാം, അതുപോലും കറക്റ്റ് അല്ല. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. കസ്റ്റമൈസ്ഡ് ആണ്, ഔട്ട് ആൻഡ് ഔട്ട് കസ്റ്റമൈസ്ഡ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഓൺലൈനിൽ കണ്ടിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, അജയ് ശേഖറിന്റെ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കാറുണ്ട് എത്ര രൂപയാവും. ഞാൻ പറഞ്ഞ എങ്ങനെ പറയും, കാരണം ചിലപ്പോൾ ചില സൈറ്റുകളിൽ അവർക്ക് ഇന്ന ഫാബ്രിക് ആയിരിക്കും ഇഷ്ടം, പക്ഷെ അത് അവിടെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. തീർച്ചയായും അത് അവിടെ കണ്ടെങ്കിലേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ പറയും എനിക്ക് റിപ്പിളിന് എന്നാ റേറ്റ് ആണ്,
അല്ലെങ്കിൽ ഇന്ന ഫാബ്രിക്കിന് ഇത്ര റേറ്റ് ആവും. അപ്പോൾ അത് നമുക്ക് സൈറ്റ് അല്ല, വെറുതെ ഒരു എമൗണ്ട് പറഞ്ഞു പോകാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമാണ്. ഈസിയാ. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇവന്മാർ റേറ്റ് പറയത്തില്ല. റേറ്റ് പറയാനാണ് എളുപ്പം. പറയാതിരിക്കാനെങ്കിൽ ഞാനൊരു 5-6 പ്രാവശ്യം ഇതിന് എന്തുകൊണ്ടാണ് പറയാത്ത ഉത്തരം കൊടുക്കണം. പറഞ്ഞു പോകാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാരണം അവർക്ക് സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, എന്തെങ്കിലും അഡീഷണൽ വർക്ക് ചെയ്യണമെന്നുണ്ടോ, പ്രത്യേകിച്ച് പെൽമെറ്റ് ചെയ്താൽ. ഇപ്പം അവിടെ നമ്മൾ ബെഡ്റൂം കയറിയെടുത്ത് നമ്മളത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ലായിരിക്കും, അവിടെ ഗ്ലാസിൻ്റെ പുറകിലെല്ലാം റോളിംഗ് ഷട്ടറുണ്ട്. ആ റോളിംഗ് ഷട്ടർ വീടിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ ആ റോളിംഗ് ഷട്ടർ കാണത്തില്ല, കാണാതാണ് കട്ടൺ ചെയ്തത്. പക്ഷെ കട്ടൺ ചെയ്യുന്നതിനായിട്ട് അവിടെ ഒരു പെൽമെറ്റ് വർക്ക് അഡീഷണൽ ചെയ്യിച്ചു. അപ്പോൾ ആ റോളിംഗ് ഷട്ടർ അതിൻ്റെ അകത്ത് പോയി. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വർക്കല്ല, അത് ഇന്റീരിയർ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ വീട് നല്ല ഭംഗിയായി വരണം. അതാണ്. അപ്പം അതിന് നമ്മളൊരു 100% സിൻസിയറായിട്ട് നമ്മൾ കസ്റ്റമറിന് അതിനനുസരിച്ച് സജഷൻ കൊടുക്കും. പിന്നെ ചെയ്യിക്കുക എന്നുള്ളത് ഇന്റീരിയറും എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കോവർക്കാണല്ലോ. അതെ അതെ. ഇതിപ്പോ ചെയ്യുന്നത് ട്രിവാൻഡ്രം ടു കാസർഗോഡ് നമ്മൾ ചെയ്യുന്നില്ലേ? എല്ലായിടത്തും ചെയ്യുന്നില്ലേ? ഇപ്പൊ നമുക്ക് കാസർഗോഡും പാലക്കാടും മാത്രം എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. 12 ജില്ലകളിൽ ഇപ്പൊ കാലിക്കറ്റിലെ ഷോറൂം ഓപ്പൺ ചെയ്തുകൊണ്ട് ബാക്കി എല്ലായിടത്തും നമുക്കിപ്പം എത്താൻ സാധിക്കുന്നുണ്ട്. കാസർഗോഡും പാലക്കാട് ഒഴിവാക്കുന്ന അവിടുത്തെ ആൾക്കാരോടുള്ള ബുദ്ധിമുട്ടുണ്ട്. സർവീസ് അവിടെ എത്തിക്കാനായിട്ട് ഇൻസ്റ്റലേഷൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ സർവീസ് ആഫ്റ്റർ സർവീസും മുന്നിൽ കണ്ടിട്ട് മാത്രമേ എന്താണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറഞ്ഞു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് കണ്ട് അതിനനുസരിച്ച് കൊട്ടേഷൻസ് തരും. പിന്നീടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻസ്റ്റലേഷൻ വർക്ക് വരുന്നത്. അങ്ങനെ തന്നെ അല്ലേ വരിക? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ചു. ഓക്കെ ഹരീഷ്, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. എപ്പോഴും എടുത്തു പറയുന്നത് സർവീസാണ്. ഏത് പ്രൊഡക്റ്റ് ചെയ്യുന്നതും കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ കുറച്ച് മുന്നേ നമ്മുടെ കസ്റ്റമറും പറഞ്ഞൊരു കാര്യം, ഈ പണിയെടുക്കാൻ ആർക്കും പറ്റും, അതിന് സർവീസ് കൊടുക്കാൻ പറ്റുക എന്നുള്ള പ്രധാനം. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇക്കോഷീൽഡ് തരും. അതിനായിട്ട് അവരെ വിളിച്ചു കൊടുക്കുക. വീണ്ടും കാണാം ഇതുപോലുള്ള മികച്ച വീഡിയോ. അതുവരെയും ഞങ്ങൾ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്റീരിയർ.